അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയെന്ന് കരുതുന്നു. എല്ലാവർക്കും റസോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മധുരമുള്ള ഡെസേർട്ടാണ്. നല്ല മധുരമുള്ള നല്ല ടേസ്റ്റുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ട്. ഇത് ഒരു നോർത്ത് ഇന്ത്യൻ ഡെസേർട്ടാണ്. നമുക്ക് എളുപ്പം തയ്യാറാക്കാൻ പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബ്രെഡ്, പിന്നെ പാൽ, ഫ്രഷ് ക്രീം, കണ്ടൻസഡ് മിൽക്ക്, പിന്നെ പഞ്ചസാര, നട്ട്സ്, കാഷ്യൂ നട്ട്സ്, പിസ്ത, ബദാം, പിന്നെ ഒരു പകുതി ചെറുനാരങ്ങ, പിന്നെ ഒരു നുള്ളി ഏലക്കായ്പ്പൊടി. ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ഇത് ചൂടോടെ കഴിക്കാനും തണുപ്പിച്ചിട്ട് കഴിക്കാനും എല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഷാഹി തുക്കട, ഇത് മധുരപ്രിയന്മാർക്ക് ഏറെ ഇഷ്ടമാവും. പിന്നെ നമ്മുടെ വീട്ടിൽ വല്ല ഫംഗ്ഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യം നടക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ബോക്സിൽ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിനും എല്ലാം വീട്ടിൽ കൊടുത്തയക്കാനും എല്ലാം നല്ല എളുപ്പമുള്ളൊരു ഡെസേർട്ടാണിത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് കട്ട് ചെയ്യട്ടെ. ഞാൻ 2 സൈസിലാണ് ബ്രെഡ് കട്ട് ചെയ്യുന്നത്. ഒന്ന് റൗണ്ടായിട്ടും ഒന്ന് കോണായിട്ടും, 3 കോണായിട്ടും. ഇത് ഞാൻ 2 തരത്തിലാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ഒരു പാൽക്കൂട്ട് ഉണ്ടാക്കിയിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് അങ്ങനെയും, മറ്റൊന്ന് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യുന്നു. രണ്ടും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഞാൻ റൗണ്ടാക്കി കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയുള്ളത് ഞാൻ കോണാക്കിയിട്ട് മുറിച്ചെടുക്കട്ടെ. 3 കോണാക്കിയിട്ട് ബ്രെഡിൻ്റെ അരികുകളെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് നമുക്കിതെല്ലാം കട്ട് ചെയ്ത് വെക്കാം. എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഓയിൽ നല്ലവണ്ണം ചൂടായാൽ, നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടായാൽ പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കണം. ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. നല്ല ഇളം ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കണം. പെട്ടെന്ന് മറിച്ചിട്ടിട്ട്, പിന്നെ തീ കുറഞ്ഞു പോയാലാണെങ്കിൽ എണ്ണ കുടിച്ചു പോകും ബ്രെഡിൽ പെട്ടെന്ന് എണ്ണ വലിച്ചെടുക്കും. അതുകൊണ്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് തിരിച്ച് മറിച്ചിട്ട് അത് ഇളം ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. നല്ല ബിസ്ക്കറ്റ് പോലെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാലിലും സിറപ്പിലും കുതിർത്തിട്ട് നല്ല സോഫ്റ്റാക്കി എടുക്കണം. ഇനി നമുക്ക് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കണം.
അപ്പോൾ അതിന് വേണ്ടി ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/4 കപ്പോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാര നിങ്ങൾ മധുരം ആവശ്യമുള്ളതുപോലെ ചേർക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളത്തിന് 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് തിളച്ച് പതഞ്ഞ് വരുമ്പോൾ നമുക്ക് 2-3 തുള്ളി ചെറുനാരങ്ങ നീര് ചേർക്കണം. പിന്നെ ഒരു നുള്ളി ഏലക്കായ്പ്പൊടിയും കൂടി ചേർക്കണം. ചെറുനാരങ്ങ നീരും ഏലക്കായ്പ്പൊടിയും ചേർക്കാം. പിന്നെ കുറച്ച് കളർ ചേർക്കുന്നുണ്ട് ഞാൻ, ബിരിയാണി കളർ, പെർമിറ്റഡ് കളറാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി. ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചേർത്തിയതാണ് കേട്ടോ. ഇനി ഒരു പാനിൽ ഞാൻ 1/2 കപ്പ് പാൽ ചേർക്കുന്നു. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർക്കുന്നു. നന്നായിട്ട് ഇളക്കി ചേർക്കുക. ഇനി നമുക്കിതിൽ അണ്ടിപ്പരിപ്പ് അരച്ചത് ചേർക്കണം. 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് അരച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കുന്നു. മധുരത്തിന് വേണ്ടിയാണ്. ഒരു 1-2 ടേബിൾ സ്പൂൺ മതിയാവും. ഇതിനൊരു ചെറിയൊരു മധുരം മാത്രം മതി. ഈ ഒരു പാകത്തിൽ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ കട്ടിയാവും. അതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാൽക്കൂട്ട് തയ്യാറാക്കണം. അതിനുവേണ്ടി 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർക്കുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാര, ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കണം. പിന്നെ ഒരു നുള്ളി ഏലക്കായ്പ്പൊടി. പഞ്ചസാര നന്നായി അരിഞ്ഞ് ചേരുന്നത് വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്കിത് സെറ്റ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കിയ എല്ലാ സാധനങ്ങളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പാൽക്കൂട്ട്, പിന്നെ പഞ്ചസാര സിറപ്പ്. നമുക്ക് ആദ്യം പാൽക്കൂട്ടിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതവിടെ മാറ്റി വെക്കാം. ഇത് നമുക്ക് സിറപ്പിൽ ചെയ്യാം. അതങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ഈ സിറപ്പും നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ. അപ്പോൾ ഇത് നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മളിതെല്ലാം ഇതിലേക്ക് കുറച്ച് സമയം ഇത് കുതിർത്തതുപോലെ വെക്കണം. കുതിർത്ത് വെക്കണം കുറച്ച് സമയം. ഇത് ഡ്രൈ ആയിട്ടുള്ള സാധനമാണല്ലോ. അപ്പോൾ ഈ പാൽക്കൂട്ട് ഒന്ന് പിടിക്കാൻ കുറച്ച് സമയം എടുക്കും. പാലൊന്ന് മുങ്ങി വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഏകദേശം ഇത് കുതിർന്ന് വരുമ്പോൾ പിന്നെ അതങ്ങ് ശരിയായിക്കോളും, നല്ല സോഫ്റ്റ് ആയിക്കോളും. നമുക്കിതിൽ ഇങ്ങനെ വെക്കാം. കുറച്ചുകൂടെ പാൽ നമുക്ക് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ നമ്മൾ കുറുക്കിയെടുത്ത കാഷ്യൂ നട്ട് പേസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കാഷ്യൂ നട്ട്, ബദാം, പിസ്ത നുറുക്കിയത് വിതറി കൊടുക്കാം.
കുറച്ചുകൂടെ പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ പാൽക്കൂട്ടിൽ ചെയ്ത ഷാഹി തുക്കട റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് പഞ്ചസാര സിറപ്പിൽ സെറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര സിറപ്പിൽ ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ കുറച്ചുകൂടെ സമയമെടുക്കും. പാൽക്കൂട്ടിനേക്കാളും കുറച്ചുകൂടെ സമയമെടുക്കും. ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് കുറച്ച് കാഷ്യൂനട്ട് പേസ്റ്റ് സ്പ്രെഡ് ചെയ്യാം. ഇനി അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ബദാം നുറുക്കിയതും കൂടെ ചേർക്കാം. സെയിം മെത്തേഡ് തന്നെ രണ്ടും. ഒന്ന് പാൽക്കൂട്ടിൽ തയ്യാറാക്കുന്നു, ഒന്ന് പഞ്ചസാര സിറപ്പിൽ തയ്യാറാക്കുന്നു. ഇതിൻ്റെ മുകളിൽ ഒരു അലങ്കാരമുണ്ട്. ഇത് ഫുഡ് ഡെക്കറേഷൻ ഡസ്റ്റാണ്, ട്വിങ്കിൾ ഡസ്റ്റ്. ഇത് കേക്കിന് മറ്റും ഉപയോഗിക്കുന്നതാണ്. ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി. ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചേർക്കുന്നതാണ്. ഇത് എല്ലാ കളറിലും കിട്ടും. ഞാനിപ്പോൾ ചേർക്കുന്നത് ഈ ഒരു കളറിലാണ്, ഒരു ഡാർക്ക് വയലറ്റ് കളറ്. അപ്പോൾ നമ്മുടെ ഷാഹി തുക്കട റെഡി ആയി കഴിഞ്ഞു. ഇത് രണ്ട് വിധത്തിൽ. ഇത് പാൽ ചേർത്ത ഷാഹി തുക്കട, ഇത് പഞ്ചസാര സിറപ്പ് ചേർത്ത ഷാഹി തുക്കട. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. ഒരു ഡെസേർട്ടായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു പലഹാരമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഷാഹി തുക്കട എല്ലാവരും കണ്ടല്ലോ, എളുപ്പമല്ലേ? എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നല്ല ഒരു ഡെസേർട്ടാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം ആവാറായി. ഈ 2 മാസം കൂടി കഴിഞ്ഞാൽ ഒരു വർഷമായി. അപ്പോഴേക്കും എനിക്ക് വാച്ച് ടൈം കംപ്ലീറ്റ് ആവണം, എങ്കിലേ എനിക്ക് മോണിറ്റൈസേഷൻ ആവുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയെങ്കിലും ഇനിയും എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വരണം, എന്നാലേ എനിക്ക് വാച്ച് ടൈം കിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത് തന്നെ വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ്.